നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സർക്കാർ 5 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 5 ലക്ഷം പട്ടയങ്ങളുടെ വിതരണമാണ് ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃത്താല നിയോജക മണ്ഡലത്തിലെ പട്ടയ വിതരണോദ്ഘാടനവും നാഗലശ്ശേരി പഞ്ചായത്തിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 4 വർഷത്തിനിടെ 4,995 പട്ടയങ്ങളാണ് സർക്കാർ വിതരണം ചെയ്തത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പട്ടയ മിഷൻ ആരംഭിച്ചത് ഈ സർക്കാരിന്റെ കാലത്താണെന്ന് മന്ത്രി പറഞ്ഞു. നവകേരളം പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോട് അടുക്കുകയാണ് സർക്കാർ. അതിന്റെ ഭാഗമായി നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത നാടായി മാറാൻ പോകുകയാണ്. 4,54,000 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സർക്കാർ വീട് നൽകി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് അത് 5.25 ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യം കൈവരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃത്താല മണ്ഡലത്തിൽ അവശേഷിക്കുന്ന പട്ടയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അടുത്ത പട്ടയ മിഷൻ എത്രയും വേഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുടിക്കാനും അമ്പലത്തിൽ കിടന്ന് ആരാധന നടത്താനും പള്ളിക്കൂടത്തിന്റെ ബെഞ്ചിലിൽ നിന്ന് പഠിക്കാനും മാത്രമല്ല, മരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് മാടം കെട്ടാനും മലയാളിക്ക് അവകാശമില്ലാത്ത ഭ്രാന്താലയവും ഇരുണ്ടതുമായ ഒരു കേരളത്തിൽ നിന്നാണ് ആധുനിക കേരളത്തെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള കേരളത്തിന്റെ മുന്നേറ്റം. ഭൂപരിഷ്കരണ നിയമം അഭിമാനത്തോടെ നടപ്പിലാക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളത്തിലെ. കേരളത്തിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തെ പിന്നീട് പല വിധത്തിൽ അതുപോലെ ഒപ്പിയെടുക്കാനും അവതരിപ്പിക്കാനും പല സംസ്ഥാനങ്ങളും ശ്രമിച്ചപ്പോഴും കേരളത്തിലേതുപോലെ ഭൂപരിഷ്കരണ നിയമം ഏറ്റവും ആഴത്തിൽ വേരുറപ്പിക്കാൻ അവിടെ ഒന്നും നടക്കാതെ പോയത് കേരളം സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭൂവിതരണത്തിന്റെ ഒരു നിയമത്തെയാണ് പുലുകിയത് എന്നുള്ളതുകൊണ്ടാണ്. കേരളം ഭൂപരിഷ്കരണം നടപ്പിലാക്കി, ഭൂപതിവ് നിയമം നടപ്പിലാക്കി. ഭൂപതിവ് നിയമത്തിന് 19ഓളം ചട്ടങ്ങൾ രൂപീകരിച്ചു. എല്ലാ മനുഷ്യരും ഭൂമി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളം മുന്നോട്ട് പോയപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർക്ക്, ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഭൂമിയുടെ ഉടമകളാക്കിയെങ്കിലും ഈ ഗവൺമെന്റിന്റെ ഭരണകാലത്താണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പട്ടയ മിഷൻ എന്ന ഒരു ആശയത്തിന് നാം രൂപം നൽകിയത്. പല്ലേരി ശശികുമാർ എന്ന വ്യക്തി സൗജന്യമായി നൽകിയ 6.5 സെന്റ് സ്ഥലത്ത് സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ഫണ്ടിൽ നിന്നും 45 ലക്ഷം രൂപ ചെലവിലാണ് നാഗലശ്ശേരി പഞ്ചായത്തിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിൽ ബ്ലോക്ക് ഓഫീസിന് സമീപത്താണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. സ്ഥലപരിമിതി മൂലം പുതിയൊരു ഓഫീസ് കെട്ടിടം എന്നത് അനിവാര്യമായിരുന്നു. കൂറ്റനാട് KSEB സബ്സ്റ്റേഷന് സമീപത്താണ് ആധുനിക സൗകര്യത്തോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുക. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, PK ജയ, T സുഹറ, ഷറഫുദ്ദീൻ കളത്തിൽ, വിജേഷ് കുട്ടൻ, ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജീത് സിംഗ്, തഹസിൽദാർ TP കിഷോർ, വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വില്ലേജ് ഓഫീസ് നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ പല്ലേരി ശശികുമാറിന്റെ മകൻ ശശാങ്കനെ പരിപാടിയിൽ മന്ത്രി ആദരിച്ചു. പട്ടാമ്പി ടൗണിലെ റോഡ് പണി ഇനിയും തടയാൻ വന്നാൽ വന്ന പോലെ തിരിച്ചു പോകാനാവില്ലെന്ന് CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണന്റെ ഭീഷണി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ദിവസം രാത്രി 4 ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങൾ പുറത്തുണ്ടായിരുന്നു. ഒരു UDF നേതാവ് കാറിൽ വന്ന് ഇറങ്ങി. ഞങ്ങളുടെ മറവിലേക്കുള്ള ഒറ്റ പകട പോയി. അതായത് ഇനി ഞങ്ങൾ ഇന്നലെ ഈ ഉദ്യോഗസ്ഥന്മാരുമായും കോൺട്രാക്ടറുമായും സംസാരിച്ചിട്ടുള്ള MLA ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പരാമർശം മാത്രമല്ല, എത്രയും പുറത്ത് ഏതാനും ദിവസങ്ങൾക്കകം ടാറിന് നിറവരെ ഒറ്റയടിക്ക് പൂർത്തിയാക്കണമെന്നാണ്. മനസ്സിലായോ? മറ്റു പണവും മറ്റു കാര്യങ്ങളും പിന്നീട് ചെയ്യാം. ഇവിടുന്നാണ് തുടങ്ങിയാൽ ഒറ്റയടിക്ക് നിറവരെ ഈ ടാറിന് പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് എന്തെങ്കിലും ഭംഗം വരുമെന്ന് അറിയില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പണി ആരംഭിക്കും. ഈ റോഡിന്റെ പണി ആരംഭിച്ചിട്ട് നട്ടപ്പാതിരക്കാവട്ടെ ഏത് സമയത്താവട്ടെ ഇവിടെ വന്ന് റോഡിന്റെ പണി തടുത്തു നിർത്താൻ ആവശ്യപ്പെട്ടാൽ UDF പറയുന്നത് വന്ന പോലെ, ഉത്തരവാദിത്തോടു കൂടിയാണ് പറയുന്നത്, വന്ന പോലെ തിരിച്ചു പോകില്ല. ശരീരത്തിന് ഇറച്ചിയുടെ 1/2 കഷ്ണം തൂക്കം കുറവുണ്ടാവും എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യം. പട്ടാമ്പിയിൽ CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണന്റെ ഭീഷണി പ്രസംഗത്തിനെതിരെ UDFന്റെ പ്രതിഷേധം. ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു.
പഴയ പത്രക്കെട്ടുകളും നോട്ട് പുസ്തകങ്ങളും തുടങ്ങി ആക്രി സാധനങ്ങൾ 500 രൂപയ്ക്ക് വിറ്റതിനു പിന്നാലെ യുവാവിന് കിട്ടിയത് 8ന്റെ പണി. ആക്രിക്കാർ സാധനങ്ങൾ പൊതുവഴിയിൽ തള്ളിയതോടെ 5000 രൂപയാണ് പിഴയൊടുക്കേണ്ടി വന്നത്. പ്ലാസ്റ്റിക് സഞ്ചികളും വീട്ടിലെ പഴയ സാധനങ്ങളുമെല്ലാം ഉൾപ്പെടെ 5 ചാക്ക് സാധനങ്ങളായിരുന്നു യുവാവ് വിറ്റത്. സാധനങ്ങൾ കൊടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്ക് നാഗലശ്ശേരി പഞ്ചായത്തിലെ ആരോഗ്യ ശുചിത്വ വിഭാഗം ഉദ്യോഗസ്ഥന്റെ ഫോൺ സന്ദേശം വന്നത്. നിങ്ങളുടെ നഷ്ടപ്പെട്ട ATM കാർഡ് കിട്ടിയിട്ടുണ്ടെന്നും നേരിട്ടെത്തിയാൽ തിരിച്ചു തരാമെന്നുമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഉദ്യോഗസ്ഥർ അയച്ചു നൽകിയ ലൊക്കേഷൻ സൂചന പ്രകാരം സ്ഥലത്തെത്തിയപ്പോഴാണ് ആക്രിക്കാരന് വിറ്റ പഴയ സാധനങ്ങളെല്ലാം 11ാം വാർഡിലെ മാണിക്യാംകുന്ന് പൊറ്റയുടെ സമീപത്തുള്ള തോട്ടിൽ കുന്നുകൂടി കിടക്കുന്നത് കണ്ടത്. പഴയ സാധനങ്ങൾ കൊടുത്തതിൽ അറിയാതെ പെട്ടതാണ് ATM കാർഡെന്നും അവയിൽ നല്ലതെല്ലാം എടുത്ത് മറ്റുള്ള വസ്തുക്കൾ വാങ്ങിയവർ പൊതുസ്ഥലത്ത് തള്ളിയതാകാമെന്നും യുവാവ് പറഞ്ഞു. എന്നാൽ തോട്ടിലെ ജലവും പരിസരവും മലിനപ്പെടുത്തിയതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ യുവാവിന് 5000 രൂപ പിഴ ചുമത്തുകയായിരുന്നു. യുവാവ് പിഴത്തുകയടച്ചു. നാഗലശ്ശേരി പഞ്ചായത്തിലെ ശുചിത്വ മിഷൻ ഇൻസ്പെക്ടർ ഡിവിൻ ദേവദാസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MK സാജിദ് എന്നിവരാണ് പരിശോധന നടത്തിയത്. തളി വിരുട്ടാണം പ്രദേശത്ത് നിർമ്മാണം പൂർത്തിയായ മസ്ജിദ് റഹ്മാൻ നമസ്കാര പള്ളിയുടെ ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ തൃത്താല MLA VT ബൽറാം നിർവഹിച്ചു. തളി മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ നാസറിന്റെ അധ്യക്ഷതയിൽ തൃശൂർ MIC ജുമാ മസ്ജിദ് ഇമാം അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തി. തളി മഹല്ല് ഖജാൻജി അബൂബക്കർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. മുൻ മഹല്ല് ഖത്തീബ് ഇസ്മായിൽ റഹ്മാനി കാപ്പ്, SMF ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ, വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം CU അബൂബക്കർ, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷംസുദ്ദീൻ ആലിക്കൽ, വിരുട്ടാണം ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് VKS അടികൾ എന്നിവർ സംസാരിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് മുഫീദ് ഫൈസി പ്രാർത്ഥന നടത്തി. മഹല്ല് ജനറൽ സെക്രട്ടറി TM നാസർ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ വാപ്പുട്ടി വിരുട്ടാണം നന്ദിയും പറഞ്ഞു. 142ഓളം രാജ്യങ്ങൾ ആ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ്. 10 രാജ്യങ്ങൾ പക്ഷേ വേറിട്ട നിലപാടാണ്, ഇതിനെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ആ 10 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അമേരിക്കയുണ്ട്, ഒന്ന് ഇസ്രായേലുണ്ട്, പിന്നെ ഏതൊക്കെയോ പേര് കേൾക്കാത്ത രാജ്യങ്ങളാണ്, ചെറിയ ചെറിയ രാജ്യങ്ങളാണ്, കാര്യപ്പെട്ട രാജ്യങ്ങളൊന്നുമില്ല. 10-12 ആളുകൾ വിട്ടു നിൽക്കുകയും ചെയ്യും. പക്ഷെ അതിൽ ഈ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച ഒരു രാജ്യത്തിന്റെ പ്രതിനിധി പറഞ്ഞത്, നമ്മൾ എത്ര കാലമായി ഇങ്ങനെ പ്രമേയം പാസ്സാക്കുന്നു, എത്ര പ്രാവശ്യമായി ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണ്, അന്താരാഷ്ട്ര സമൂഹം ഇടപെടണം. ഈ പറച്ചിലെല്ലാവരും ഇടപെടൽ നടക്കുന്നില്ല. ലോകത്തിലെ ആകെ 180ഓളം രാജ്യങ്ങൾ ഉള്ളതിൽ 142 രാജ്യം കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഒരു പള്ളി നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊക്കെ ഒരു അഭിമാനം തരുന്ന ഒരു ചാരിതാർത്ഥ്യമാണ്. കാരണം വളരെ സാധുക്കളായ മനുഷ്യർ വസിക്കുന്ന ഒരു പ്രദേശമാണ്. ദീനീ വിജ്ഞാനം, ദീനീ ചൈതന്യം ലഭിക്കാത്ത ഒരു പ്രദേശമാണ്. നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാം, ലോകത്തിലുള്ള എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് നന്മയാണ്. ലോകത്തിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും വേദങ്ങളും പഠിപ്പിക്കുന്നത് കരുണയാണ്, സ്നേഹമാണ്, ആർദ്രതയാണ്. ഈ ആർദ്രത ഏറ്റവും പ്രധാനമായി പറയാൻ കഴിയുന്നതാണ് ഞാനിവിടെ ഓതി വെച്ചത്. എല്ലാത്തരം കാപട്യങ്ങൾക്കും എതിരായി മനുഷ്യരെ ചേർത്തു പിടിക്കാനും സ്നേഹിക്കാനും കഴിയുന്നിടത്താണ് മതത്തിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ നിഷേധിക്കുന്നവനെ കുറിച്ച് നബി അങ്ങക്ക് എന്തറിയാം? ആ മതത്തെ നിഷേധിക്കുന്നവൻ ആരാണെന്നാണ് അങ്ങ് മനസ്സിലാക്കിയത്? മതത്തെ നിഷേധിക്കുന്നവൻ എന്ന് പറയുന്നത് കൊടി പിടിച്ചു നടന്നിട്ട് മതത്തിനെതിരെ പറയുന്നവൻ എന്ന അർത്ഥത്തിൽ മാത്രമാണോ? അല്ല. അങ്ങനെയൊക്കെ പലതുമാകാം, പക്ഷെ അതിനേക്കാളും അപ്പുറത്തുണ്ട്. അതിങ്ങനെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ വചനം പഠിപ്പിച്ചത്. ചാലിശ്ശേരി സെന്ററിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ചങ്ങരംകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്കിന് പിറകിൽ കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ KPSTA ആംബുലൻസ് ഡ്രൈവർ അസ്കർ അലിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
റിയാലിറ്റി ഷോകൾ കുടുംബ സംസ്കാരം തകർക്കുന്ന വേദികളാകരുതെന്ന് MSM ജില്ലാ ഹൈസെക് സ്റ്റുഡന്റ് കോൺഫറൻസ് ആവശ്യപ്പെട്ടു. പട്ടാമ്പിയിൽ വെച്ചായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. ആമയൂർ OPH കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് MSM പാലക്കാട് ജില്ലാ സമിതി സംഘടിപ്പിച്ച ഹൈസെക് സ്റ്റുഡന്റ് കോൺഫറൻസ് നടന്നത്. KNM മർക്കസ് ദുആ സംസ്ഥാന ജനറൽ സെക്രട്ടറി M അഹമ്മദ് കുട്ടി മദിനി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റസൂലിന്റെ വിരുന്നുകാരായി സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ച് ജീവിച്ച് സഹവസിച്ച് ഇസ്ലാമിനെ അവർ അനുഭവിച്ചു. ഇസ്ലാം പറയുന്നത് കേൾക്കുക മാത്രമല്ല, പറയുന്നത് കേട്ടുകൊണ്ടുള്ളതല്ല, കണ്ടുകൊണ്ടും അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ടുള്ളൊരു പഠനമായിരുന്നു ആ സുഹബത്തിലൂടെ അവർക്ക് ലഭ്യമായി. ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അവരുടെ മനസ്സുകൾ നിറഞ്ഞു. അവർക്ക് ഏറെ സന്തോഷമായി. നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതചര്യകളും ശീലങ്ങളും ശിഷ്ടങ്ങളും അവരുടെ സ്വഭാവങ്ങളും ഒക്കെ മാറാൻ തുടങ്ങി. അവർക്ക് തന്നെ എന്തെന്നില്ലാത്ത ഒരു പുതിയ ഉണർവും ഉശിരും ആവേശവും ജീവിതത്തിൽ കിട്ടിത്തുടങ്ങി. ഇസ്ലാമിന്റെ വെളിച്ചമായിരുന്നു അത്. പ്രവാചകന്റെ സാരോപദേശങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ മനസ്സിന്റെ കവാടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അവർ തുറന്നിട്ട് കൊടുത്തു. MSM സംസ്ഥാന പ്രസിഡന്റ് ജസീം നജീബ് മുഖ്യാതിഥിയായിരുന്നു. ലഹരി, ഡിജിറ്റൽ അഡിക്ഷൻ, കലാലയങ്ങളിലെ ലിബറൽ വൽക്കരണം, കരിയർ ഗൈഡൻസ്, സൈബർ സുരക്ഷ, വിദ്യാർത്ഥികൾ നേരിടുന്ന കാലിക വെല്ലുവിളികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും ഉണ്ടായി. റിയാലിറ്റി ഷോകൾ അരാജകത്വവും അധാർമികതയും കുടുംബങ്ങളിലേക്ക് പടർത്തി കുടുംബ സംസ്കാരം തകർക്കുന്ന വേദികളാകരുതെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഫർഹാൻ ബിൻ വാസിൽ, ഷഫീർ അമ്പാട്ട്, റസീം ഫാറൂൺ, റിയാസ് സുല്ലമി, ഹാരിസ് MK, CP അബ്ദുൽ സമദ് മുസ്തഫ തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുമായി 1000-ഓളം വിദ്യാർത്ഥികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. പതിറ്റാണ്ടോളം പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായ 84ന്റെ നിറവിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാവ് PC ഗംഗാധരന് ആദരവുമായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ എന്നിവരോടൊപ്പം ഞായറാഴ്ച രാവിലെയാണ് MB രാജേഷ് PC ഗംഗാധരന്റെ വീട്ടിലെത്തിയത്. നേതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ മന്ത്രി PCയെ ഷാളണിയിച്ച് ആദരിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. വിളയൂർ പഞ്ചായത്തിൽ നാളെ വികസന സദസ്സ് സംഘടിപ്പിക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ സദസ്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ വിളയോളം ഗ്രാമോത്സവമാണ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുന്നത്. വിളയൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച സ്വരാജ് ട്രോഫി അടക്കമുള്ള അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും പൗരസമൂഹത്തിന് സമർപ്പിക്കുവാനുള്ള സാംസ്കാരിക കായിക ഉത്സവം കൂടിയാണ് വിളയോളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജയും മറ്റു ഭരണസമിതി അംഗങ്ങളും പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂർ വിളയോളം ഗ്രാമപഞ്ചായത്ത് എന്നുള്ളൊരു പരിപാടി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വികസന സദസ്സ് ആ ഒരു പരിപാടിയും അതോടൊപ്പം തന്നെ മുഴുവൻ ആളുകൾക്കും ലൈഫ് വീട് 569 ലൈഫ് വീടാണ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ മുഴുവൻ ആളുകൾക്കും ലൈഫ് ഭവന പദ്ധതി അനുവദിച്ചു. അതിന്റെ ഒരു പ്രഖ്യാപനം, സമ്പൂർണ്ണ ഭവന പാർപ്പിട പ്രഖ്യാപനമായിട്ടുള്ള ഒരു പരിപാടി, അതും നാളെ ബഹുമാനപ്പെട്ട സ്പീക്കർ അവിടെ പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ 4 അതിദരിദ്രരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഒരാൾ മരിച്ചുപോയി. ബാക്കിയുള്ള ആളുകൾക്ക് നമുക്ക് വേണ്ട സംവിധാനങ്ങൾ, വീടാണ് ഒരാൾക്ക് ഉണ്ടാവാതിരുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ വീട് വെച്ചു കൊടുത്തു. പിന്നുള്ളവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനോപാധി എന്നുള്ള രീതിയിൽ അത്തരം സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു. ഇനി അതിദരിദ്രരില്ലാത്തൊരു ഗ്രാമപഞ്ചായത്ത്, ആ ഒരു പ്രഖ്യാപനവും നാളെ നടത്തും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ദൃഷ്ടി എന്ന് പറഞ്ഞാല് നമ്മുടെ ഊരാളിന്റെ ലേബർ സൊസൈറ്റിയുമായി കൂടിച്ചേർന്നുകൊണ്ട് വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആസ്തികളും ഒരു വിരൽത്തുമ്പിൽ എന്നുള്ള രീതിയിൽ, അപ്പോൾ അതിന്റെ ഒരു പ്രകാശന ചടങ്ങും നാളെ അവിടെ നടക്കും. പിന്നെ സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സ് അത് അടുത്ത മാസം 22-ാം തീയതി വരെയാണ് വിവിധ പഞ്ചായത്തുകൾ നടത്തേണ്ടത്. അതിന്റെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നത് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ വികസന സദസ്സ് വിളയൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ പരിപാടിയുടെ ഭാഗമായി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പേരൂർ നടന്ന കൺവെൻഷൻ സെന്ററിൽ വികസന സദസ്സ് സംഘടിപ്പിക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പഞ്ചായത്ത് പ്രഖ്യാപനം, അതിദാരിദ്ര്യ വിമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം, പാലക്കാട് ജില്ലയിലെ ആദ്യ GIS അധിഷ്ഠിത ഗ്രാമപഞ്ചായത്ത് ഡാറ്റ സമർപ്പണം, സംസ്ഥാനതല വികസന നേട്ടങ്ങളുടെ അവതരണം എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചു. പ്രത്യേക സജ്ജമാക്കിയ ഗ്രൗണ്ട് വരെ ഔദ്യോഗികമായ സംവിധാനത്തോടു കൂടിയുള്ള വിവിധ വകുപ്പുകളെ ഓർത്തറിയിച്ചുകൊണ്ടുള്ള പ്രോത്സാഹനം, അതിന് പേര് നൽകിയിട്ടുള്ളത് വനിതാ സർഗോത്സവം. അതിന്റെ പരിസമാപ്തിയാണ് MLA ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യാതിഥി ഗായത്രി വർഷ പങ്കെടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട കലാപരിപാടികളും അവസാനം ഏൽപ്പിക്കപ്പെട്ട അധ്യാപകരുടെ ഗാനമേളയും. തൊട്ട് 27-ാം തീയതി പഞ്ചായത്തിന്റെ അകത്തുള്ള വിവിധ കലാ മത്സരങ്ങൾ ഉച്ചയ്ക്ക് തന്നെ അവിടെ കലാമത്സരങ്ങൾ നടക്കും. വൈകുന്നേരത്തെ 6 മണിക്ക് അന്നത്തെ പൊതുസമ്മേളനം, തുടർന്ന് സംസ്ഥാന കലോത്സവങ്ങളിൽ പങ്കെടുത്തുള്ള കുട്ടികളുടെ കലാപരിപാടികൾ. സെപ്റ്റംബർ 26-ന് വൈകിട്ട് 4 മണിക്ക് വിളിയൂർ മുതൽ കരിങ്ങനാട് വരെ സാംസ്കാരിക ഘോഷയാത്ര ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം 6-ന് കരിങ്ങനാട് വിളയോളം ഗ്രാമോത്സവ നഗരിയിൽ വനിതാ സർഗോത്സവം നടക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 27-ന് ഗ്രാമോത്സവ നഗരിയിൽ പ്രാദേശിക കലോത്സവം, ബാലകലോത്സവം, വികസന സമ്മേളനം എന്നിവയും നടക്കും. പി മാമിക്കുട്ടി MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 28-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, സ്ഥിരസമിതി അധ്യക്ഷൻ AK ഉണ്ണികൃഷ്ണൻ, രാജീവ് മണികണ്ഠൻ തുടങ്ങിയവരും ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ചാലിശ്ശേരി പെരിങ്ങോട് റോഡിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:45 അപകടം. ചാലിശ്ശേരിയിൽ നിന്നും പെരിങ്ങോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും പെരിങ്ങോട് ഭാഗത്തു നിന്നും ചാലിശ്ശേരിയിലേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വർഷക്കാലം കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്ന കക്കാട്ടിരി 7 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതിയ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. തൃത്താല CI മനോജ് K ഗോപി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഖാദർ കക്കാട്ടിരി അധ്യക്ഷനായി. ചടങ്ങിൽ ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ തൃത്താല CI മനോജ് K ഗോപിയെ ഉപഹാരം നൽകി ആദരിച്ചു. സെബു സദക്കത്തുള്ള, ലീലാവതി, സരിത, ഉണ്ണികൃഷ്ണൻ, കുഞ്ഞുമണി, അനസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.